Hello dear students, so we'll continue with our atomic structure. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? നമ്മൾ ബോർ മോഡൽ കണ്ടു, റുദർഫോർഡ് മോഡൽ കണ്ടു, പിന്നെ അതിൻ്റെ ഡിഫക്ട്സ്, അത് കഴിഞ്ഞ് ആ ഡിഫക്ട്സ് അറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടാണ്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ, അതിൻ്റെ എക്സ്പെരിമെൻ്റൽ വേരിഫിക്കേഷൻ, പിന്നെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. ഇനി നമുക്ക് പുതിയൊരു മോഡൽ which overcame the defects of Bohr model of atom, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഓക്കെ, ആൻഡ് ദാറ്റ് മോഡൽ ഈസ് കോൾഡ് വേവ് മെക്കാനിക്കൽ മോഡൽ ഓർ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓർ ക്വാണ്ടം മോഡൽ ഓഫ്. എന്താണ് ഈ ക്വാണ്ടം മോഡൽ ഓർ വേവ് മെക്കാനിക്കൽ മോഡൽ എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് two principles which are derived by two famous scientists. ഇതാരാണ്? ഇത് ഡി ബ്രോഗ്ലി ആണ്. ഡി ബ്രോഗ്ലി led to de Broglie's concept of matter waves led to the development of quantum mechanical model of atom. ഇത് കൂടാതെ ഇതാരാണെന്ന് അറിയാമോ? ഇത് ഹൈസൻബർഗ് ആണ്. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും വേവ് മെക്കാനിക്കൽ മോഡലിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേവ് മെക്കാനിക്കൽ മോഡൽ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദീസ് ടു കൺസെപ്റ്റ്സ്, ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സ് ആൻഡ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി. ഓക്കെ, ഇനി ഈ രണ്ട് കൺസെപ്റ്റ്സ് കൊണ്ട് ഇതാണ് ഷ്രോഡിഞ്ചർ റിഫൈൻഡ് ദ വേവ് പാർട്ടിക്കിൾ കൺസെപ്റ്റ്. നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഷ്രോഡിഞ്ചർ മോഡിഫൈ ചെയ്തു ആൻഡ് ഡെവലപ്ഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ഇലക്ട്രോൺ വേവ്. ഇപ്പം ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സിൻ്റെ ഇക്വേഷൻ തന്നു, അതുപയോഗിച്ച് ഷ്രോഡിഞ്ചർ ഡെവലപ്ഡ് ആൻ ഇക്വേഷൻ ഫോർ ഇലക്ട്രോൺ വേവ്. And thus he predicted the existence of atomic orbitals. ഈ ഇലക്ട്രോൺ വേവിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം he predicted the existence of atomic orbitals, that is the probable location of electrons around the nucleus. ഈ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിന് ചുറ്റും ഒരു പ്രോബബിൾ ലൊക്കേഷൻ ആണുള്ളത്, അല്ലാതെ നേരത്തെ പോലെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഇല്ല. ഓക്കെ, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അതിനില്ല. ഓക്കെ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയല്ല. ദർ ആർ പ്രോബബിൾ ലൊക്കേഷൻസ്. ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ, അല്ലാതെ എക്സാക്ട് സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഇല്ല എന്ന് ഷ്രോഡിഞ്ചർ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതിൽ നിന്ന് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ വൈ സ്ക്വയർഡ് ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ ഇസെഡ് സ്ക്വയർ പ്ലസ് 8 π സ്ക്വയർഡ് എം ബൈ എച്ച് സ്ക്വയർഡ് ഇൻറ്റു ഇ മൈനസ് വി സൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോൺ. ഓക്കെ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോൺ ഉണ്ട്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് ഉണ്ട്. ഇതുകൂടാതെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഉണ്ട്, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ പലതരം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻസ് ഇനി നിങ്ങൾ ക്വാണ്ടം കെമിസ്ട്രി പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരുപാട് തരം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ബേസിസ് ഈസ് ദ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോൺ. അതാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇതിൽ എക്സും വൈയും ഇസഡും എന്താണ്? ദീസ് ആർ ദ കോർഡിനേറ്റ്സ്. ഒരു ഇലക്ട്രോണിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഒരു എക്സ് വൈ ഇസഡ് 3 ഡയമെൻഷണൽ സ്പേസിൽ ഇലക്ട്രോണിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ ഇസഡ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ കോർഡിനേറ്റ്സ് അല്ല, പോസിബിൾ ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ ഇസഡ്. അപ്പോൾ എക്സും വൈയും ഇസഡും എന്താണെന്ന് നമുക്കറിയാം. ബാക്കി ടേംസ് എന്താണെന്ന് നോക്കാം. സൈ ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. അപ്പോൾ ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട്, അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിനെയാണ് സൈ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈ വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈ വിത്ത് റെസ്പെക്ട് ടു വൈ കോർഡിനേറ്റ്. ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ ഇസെഡ് സ്ക്വയർ ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈ വിത്ത് റെസ്പെക്ട് ടു ദ ഇസെഡ് കോർഡിനേറ്റ്. ഇനി എനർജി ഇ, അത് നമുക്കറിയാം. എനർജിക്ക് എപ്പോഴും ഇ എന്നാണ് സിമ്പിൾ കൊടുക്കുന്നത്. ഇ ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ.
ഇനി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇ മൈനസ് വി എന്തായിരിക്കും? കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ദ കൈനറ്റിക് എനർജി. M is the mass of the electron and H is Planck's constant. ക്യാപിറ്റൽ H അല്ല കേട്ടോ, സ്മോൾ h ആണ്. അതവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. H is the Planck's constant. അപ്പോൾ ഇതാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഷ്രോഡിഞ്ചർ എന്താ ചെയ്തത്? ഷ്രോഡിഞ്ചർ ഡീബ്രോഗ്ലി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രോണിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ ഇക്വേഷൻ helps in finding the probability of finding an electron in space. ഇത്രയും വലിയൊരു ഇക്വേഷൻ എഴുതുന്നതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഓക്കെ, അപ്പോൾ ഈ എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യും. അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇയുടെ ടേംസിലും കിട്ടും, വിയുടെ ടേംസിലും കിട്ടും. എന്നിട്ട് അതിനകത്തെ ഒരു ഓപ്പറേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ഓപ്പറേറ്റർ ഈസ് എച്ച്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എന്നിട്ട് എഴുതും എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഇയുടെ ടേംസ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് സംശയം വരാവുന്നൊരു കാര്യമാണ്, ഇവിടെ ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ എച്ച് സൈ ഈസ് ഈക്വൽ ടു 0 എന്നല്ല, എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ആഫ്റ്റർ റിമൂവിങ് ദ ബ്രാക്കറ്റ്സ് നമ്മൾ ആ 0യുടെ സൈഡിലേക്ക് ആ നെഗറ്റീവ് വാല്യൂ ഉള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊരു ഫോമിലേക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ മാറുന്നത്. ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്തതിൻ്റെ പേരിൽ ഷ്രോഡിഞ്ചർ റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 1933. ഇനി ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ? ഈ ഇക്വേഷൻ നോക്കിയാൽ മതി, ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് ഒരുപാട് സൊല്യൂഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ എല്ലാ സൊല്യൂഷൻസും ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന് അക്സെപ്റ്റബിൾ അല്ല. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകാം, പക്ഷെ എല്ലാ സൊല്യൂഷൻസും അക്സെപ്റ്റബിൾ അല്ല. അക്സെപ്റ്റബിൾ വാല്യൂസ് ആർ കോൾഡ് ഐഗൻ ഫങ്ഷൻസ് ആൻഡ് ദ കറസ്പോണ്ടിങ് എനർജീസ് ആർ കോൾഡ് ഐഗൻ വാല്യൂസ്. അപ്പോൾ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൈയെ നമ്മൾ ഐഗൻ ഫങ്ഷൻ എന്ന് പറയും. ആ ഫങ്ഷൻ ഇട്ടിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് ഇ കണ്ടുപിടിക്കുമ്പോൾ ആ എനർജി വാല്യൂസിനെ ഐഗൻ വാല്യൂസ് എന്നും പറയും. Only those functions are acceptable which follows certain boundary and continuity conditions. അപ്പോൾ ഏത് ഫങ്ഷൻസ് ആണ് acceptable? Those functions which follow boundary and continuity conditions. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ ബൗണ്ടറി ആൻഡ് കണ്ടിന്യൂറ്റി കണ്ടീഷൻസ് എന്ന് നോക്കാം.